പെയിൻ മെഡിസിൻ നിങ്ങൾക്കറിയാം എന്താ പെയിൻ മെഡിസിൻ വെച്ചാൽ അത് വേദനയുടെ മരുന്ന് കൊടുക്കുന്ന ഒരു വിഭാഗമല്ല. അത് പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ്. ഇപ്പോൾ കാർഡിയോളജി ന്യൂറോളജി ഒക്കെ പോലെ ഇപ്പോൾ അതിന് DM അല്ലെങ്കിൽ FNB എല്ലാം വരുന്നുണ്ട്. അതേപോലെ ഫെലോഷിപ്പൊക്കെ കഴിഞ്ഞവർ ചേരുന്ന അനസ്തീഷ്യ പെയിൻ മെഡിസിൻ. അനസ്തറ്റിസ്റ്റാണ് പെയിൻ കൺട്രോൾ ചെയ്യുന്നത് യൂഷ്വലി എല്ലാ രീതിയിലും. ഓപ്പറേഷൻ്റെ സമയത്തും അതിൻ്റെ ശേഷമല്ല അവർ അനസ്തീഷ്യ, ഞങ്ങളൊക്കെ ഇപ്പോൾ അനസ്തറ്റിസ്റ്റാണ്. അവരൊക്കെ വി ആർ ട്രെയിൻഡ് ഇൻ ടാർഗറ്റ് ഓറിയൻറ്റഡ് പെയിൻ കൺട്രോൾ. അതിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ് ഈ ഇൻ്റർവെൻഷണൽ പെയിൻ മെഡിസിൻ. ഇവിടെ നമ്മൾ ചെയ്യുന്ന പേഷ്യൻ്റെ പെയിൻ കാരണങ്ങൾ അപ്പോൾ അത് സർജിക്കലായിട്ടുള്ള കാരണമാണ് നമ്മൾ സർജറി അല്ലെങ്കിൽ ഓർത്തോപെഡിഷ്യൻസിൻ്റെ അടുത്ത് റെഫർ ചെയ്യും. എന്നല്ല ഞരമ്പ് അല്ലെങ്കിൽ മസിൽ റിലേറ്റഡ് ടെൻഡനൈറ്റീസ്, ചെറിയ ടിയറുകൾ, ഇങ്ങനത്തെ കാരണങ്ങളൊക്കെയാണ് നമ്മളത് റീജനറേറ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ ഓർത്തോബയോളജിക്സ് എന്ന് വെച്ചാൽ PRP കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വെറും വേദനയുടെ ഗുളിക കൊടുക്കുകയല്ല, വേദനേൻ്റെ ബോഡിക്ക് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മെഡിസിൻസ് മാത്രം കൊടുത്ത് അതിനോട് കൂടെ തന്നെ ആ പെയിൻ ഉണ്ടാക്കുന്ന ഞരമ്പുകളുടെ എല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഹൈഡ്രോ ഡിസെക്ഷൻ, അതിൻ്റെ ബ്ലോക്കുകൾ, PRP ചികിത്സയുടെ വഴി റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷനൊക്കെ ചെയ്തിട്ട് പെയിൻ്റെ കാഠിന്യം കുറച്ചിട്ട് നമ്മളെ ഡേ ടു ഡേ ലൈഫിൻ്റെ ഈസി ആക്കുന്നതിനാണ് ഇൻ്റർവെൻഷൻ പെയിൻ മെഡിസിൻ എന്ന് പറയുന്നത്. അല്ലാതെ വെറും വേദനയുടെ ഇഞ്ചക്ഷൻസ് അല്ല. ഇതൊരു പുതിയ ഫീൽഡാണ്, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി പെയിൻ ഫീൽഡാണ് ഇൻ്റർവെൻഷൻ പെയിൻ മെഡിസിൻ എന്ന് പറയുന്നത്. താങ്ക് യു.